ഈരാറ്റുപേട്ട തൊടുപുഴ റോഡിൽ തോട്ടുമുക്കിന് സമീപം ആലുന്തറ വളവിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത്. ഇന്നലെ വൈകുന്നേരം ബൊലോറോ ജീപ്പ് കാറിലും മതിലിലും ഇടിച്ചുണ്ടായതാണ് അവസാനത്തെ അപകടം. ഏതാനും ദിവസം മുമ്പ് ഇതേ സ്ഥലത്ത് തന്നെ ഓട്ടോറിക്ഷയും പിക്കപ്പും ഇടിച്ച് അപകടം ഉണ്ടായിരുന്നു. വളവും വാഹനങ്ങളുടെ അമിത വേഗവുമാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം. നേരത്തെ നാട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് അധികൃതർ അപകട മുന്നറിയിപ്പ് ബോർഡും റോഡിൽ വരയും ഇട്ടുപോയെങ്കിലും അപകടങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. അപകടങ്ങൾ ഒഴിവാക്കാൻ റോഡിൽ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. ഇത് എൻ്റെ വാർഡിലെ ഈരാറ്റുപേട്ട തൊടുപുഴ ഹൈവേ റോഡാണ്. കഴിഞ്ഞ 6 മാസക്കാലമായി നിരവധി വാഹനാപകടങ്ങൾ ഈ പ്രദേശത്തു നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ടൈം വാഹനാപകടത്തിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തു. ഇത് തുടരെയുള്ള ഈ വാഹനാപകടങ്ങൾ ഈ പ്രദേശത്തെ ജനങ്ങളെ ആശങ്കാജനകരാക്കിയിരിക്കുകയാണ്. വാഹനങ്ങളുടെ അതിവേഗവും ട്രാഫിക് സിഗ്നലുകളുടെ അഭാവവുമാണ് ഇവിടെ അപകടങ്ങൾ വർദ്ധിച്ചു വരാൻ ഒരു പരിധിവരെ കാരണമായിട്ടുള്ളത്. ആയതിനാൽ ബ്രേക്കിംഗ് ഡിവൈഡറുകൾ സ്ഥാപിച്ച് ട്രാഫിക് സിഗ്നലുകൾ ഏർപ്പെടുത്തി മുന്നറിയിപ്പ് ബോർഡുകളും വെച്ച് ഈ പ്രദേശത്തെ അപകടത്തിൽ നിന്ന് തടയണമെന്ന് ഇതിന്റെ അധികാരികളോട് ആവശ്യപ്പെടുന്നു. ആഴ്ചയിൽ ചെറുതും വലുതുമായിട്ടൊക്കെ സ്ഥിരം ഈ റോഡിൽ വണ്ടി അപകടമാണ്. പിന്നെ ഒന്നാമത് സ്പീഡാണ്, ഇതിൽ വരുന്ന വണ്ടിക്കെല്ലാം ഓവർ സ്പീഡാണ്. പിന്നെ ഇന്നലെ ഒരു വണ്ടി മതിലേ വന്ന് ഇടിച്ച് കയറി. അതിനു മുമ്പ് 2 ദിവസം മുമ്പ് നമ്മുടെ ഇവിടെ ഒരു ഓട്ടോറിക്ഷ വന്ന് ഇടിച്ച് ഈ മതിലേൽ ഇടിച്ച് 2 പേർക്കും അത്യാവശ്യം നല്ല പരിക്കായിരുന്നു. സ്പീഡ് കുറയ്ക്കണമെന്ന് എപ്പോഴും ഞങ്ങൾ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കണം, അതുപോലെ എന്തെങ്കിലും റോഡിൽ വെക്കുകയോ എന്തെങ്കിലും പരിപാടി ചെയ്യണമെന്ന് കുറച്ചായിട്ട് ആവശ്യപ്പെടുന്ന. ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ, അടിയന്തരമായിട്ട് ചെയ്തില്ലെങ്കിൽ അത് ഭാവിയിലെ വലിയ ബുദ്ധിമുട്ടിലോട്ട് പോകാനാണ് സാധ്യത കാണുന്നത്. ഒരു മാസത്തിൽ ഒരു 3-4 ആക്സിഡൻ്റ് എങ്കിലും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് സ്പീഡുണ്ട്, സ്പീഡ് കൂടലിൻ്റെ ഉണ്ട്. മാത്രമല്ല ഇവിടെ ആ വളവും ആ കയറ്റവും കാരണം അവിടെ നിന്ന് വരുന്ന വണ്ടിയെ കാണാൻ സാധിക്കുന്നില്ല. പിന്നെ സ്പീഡ് കുറച്ച് പോകാനുള്ള എന്തെങ്കിലും സംവിധാനം ഉപയോഗപ്പെടുത്തുവാണെങ്കിൽ നന്നായിരുന്നു. പിന്നെ വളവും ഉണ്ട്. ഈ വളവും ഈ സൈഡിലെ മരങ്ങളും എല്ലാം പ്രശ്നങ്ങളാവുന്നുണ്ട്. ഇവർ പലകാലം പരാതിപ്പെട്ടതിന് ശേഷമാണ് ഈ ബോർഡും കാര്യങ്ങളും എല്ലാം ഇവിടെ വന്നത്. രാത്രി 1-2 കാറ് ആ കുഴിയിലോട്ട് പോയി രാത്രി വെളുപ്പാങ്കാലത്ത് മറിയുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പം ഒരു പരിധിവരെ ആരും ഒന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം എന്നാന്ന് വെച്ചാൽ വണ്ടി ഇടിച്ചാൽ തന്നെയും അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞൊതുക്കി പോവുകയാണ്, കേസില്ലാതെ തീർക്കുകയാണ്. ഇന്നലെ ഉണ്ടായ ആക്സിഡൻ്റാണ്. ഇന്നലെ പോലീസൊക്കെ വന്ന് കേസാക്കിയെന്ന് തോന്നുന്നു. ഒട്ടുമിക്കതും കേസാക്കുന്നില്ല, അവർ തങ്ങളിൽ പറഞ്ഞു തീർക്കുകയാണ്, പരസ്പരം പറഞ്ഞു തീർത്ത് പോവുകയാണ്. അതുകൊണ്ട് മറ്റാരും അങ്ങനെ അറിയുന്നില്ല. എന്തെങ്കിലും നിയമ നടപടി സ്വീകരിച്ചാൽ നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഒരുപാട് ആക്സിഡൻറ്റുകൾ ഇനിയും നമ്മൾ അനുഭവിക്കേണ്ടി വരും.